मैं कैमरा पकड़ हेलो गाइस, आज हम आए घूमने ओली में। ये देखो हमारे फ्रेंड आए इंदौर से आए हैं हमारे को। हम आए गंगानगर से। आपको ये भाई का चैनल है डोसा पाव के नाम से, सब्सक्राइब जरूर करना भाई साहब, मेरे लिए करना आप जरूर। ये देखो ओली का व्यू देखो। ബസ് കയറി ഇരുന്നിട്ട് ഇപ്പോൾ എത്ര നേരമാണോ? 4 മണിക്കൂർ 4.5 മണിക്കൂറായി. 4.5 മണിക്കൂർ കഴിഞ്ഞപ്പം പെട്ടെന്നൊരു സ്റ്റോപ്പ്, എന്തോന്നറിയത്തില്ല, ഇവിടെ നിർത്തിയിട്ടേക്കുന്നു. വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, റോഡിനെ നടുക്ക്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂസ് നല്ല രസമാണ്. ഇതിൽ നല്ല വ്യൂസ് നമ്മൾ കണ്ടായിരുന്നു. ഇനി ഇതിൽ നല്ല വ്യൂസ് ഉള്ളിടത്തോട്ട് നമ്മൾ പോകുന്നത്. ഉത്തരാഖണ്ഡ് വന്നു കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് വ്യൂ ഇൻഫ്ലേഷൻ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കണ്ടാലും ഇതാണോ. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നുണ്ടായതിൻ്റെ ഒരു അതുകൊണ്ട് അത് വേറെ കാര്യം. അത് ശരിക്കും ഉണ്ട് പറയാൻ. മഞ്ഞുമല ഉണ്ടോ? മഞ്ഞുമല. ഞങ്ങൾ അവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ നേരം നോക്കി. അവിടുന്ന് സ്കൂട്ടറൊക്കെ റെന്റിന് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിടത്തും കൊടുക്കുന്നില്ല, റെന്റലും ഇല്ല. ഉള്ള ടാക്സീസിനൊക്കെ ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയൊക്കെയാ 10-12 കിലോമീറ്ററിന്. അല്ല, നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തെ ഹെൽപ്പറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞു 1500 താഴത്തില്ലെന്ന്. ലാസ്റ്റ് നമുക്ക് ഈ എണ്ണനെ കിട്ടി. ആ എണ്ണ ഞങ്ങൾക്ക് 800 രൂപയ്ക്ക് കൊണ്ടുവിടാറുണ്ട്. 800 അണ്ണൻ പറഞ്ഞ് 1000 പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ 800 കൊണ്ട് എത്തിച്ചു. മനസ്സോടെയാണ്. പക്ഷെ ഇപ്പൊ അണ്ണൻ ഹാപ്പി ഉണ്ടോ? ഗ്ലാസ് ഒക്കെ വെച്ച് ഇച്ചിരി ചില്ലായിട്ടിരിക്കുകയാണ്. ഈ വ്യൂ ഉണ്ടല്ലോ, ബ്രെത്തേക്കിംഗ് വ്യൂസ്. അടിപൊളി. നമ്മൾ ശരിക്കും ഇത്രയും മൗണ്ടൻസിന്റെ ചുറ്റും വന്നിട്ടില്ല. ഇല്ല, നല്ല ടോപ്പില് ഒരു 12 hours എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോഴും ഈ ചില മൗണ്ടൻസിന്റെ ഒക്കെ ഹാഫ് വേ ആയതേ ഉള്ളൂ. വിന്റർ സമയത്ത് ഈ റോഡ് ഫുള്ള് മഞ്ഞായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവര് വണ്ടിയുടെ ടയറും മാറ്റും, ഫുൾ സെറ്റപ്പ് വേറെ ആയിരിക്കും വണ്ടിയുടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ബ്ലാക്ക് ഐസ് ഹെഡ് എന്ന് പറഞ്ഞു. നമുക്ക് ചെറുതായിട്ട് വഴിയും തെറ്റി. പിന്നെയും വഴി തെറ്റി. ഞങ്ങൾ ശരിക്കും 3 മണിക്ക് ജോഷിമാത്തിൽ എത്തേണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒരു 4-4:30 ആവും മറ്റേ താമസിക്കുന്ന സ്ഥലം എത്തുമെന്നൊക്കെ. മിനിമം 4:30 ആവും ഉള്ളിൽ എത്തുമ്പോഴെന്നായിരുന്നു. പക്ഷെ ഇപ്പം 3 മണിയായപ്പോൾ നമ്മൾ ഓൾറെഡി സ്ഥലം എത്താറായി. ചെറിയൊരു വഴി തെറ്റൽ കാരണം അതെ പ്രശ്നമായി. ഇവിടെ ആണെങ്കിൽ കുറേ ഇങ്ങനെ ഇടുക്കിടുക്ക് വഴികളുള്ളതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും അറിയത്തില്ല ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ക്യാമ്പിങ് സ്ഥലം. ആർക്കറിയാം? നോക്കാം. അവിടെ മിലിറ്ററിയുടെ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു സെല്ലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടും സൂര്യ ഫോറിൻ ട്രെയിനിങ് നോഡ്, അതാണ് അവിടെ. അല്ലേ, ഇവിടെ ഫുള്ള് മിലിറ്ററിയുടെ കുറേ ക്യാമ്പും എന്തൊക്കെയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒത്തിരി ചുറ്റും കാണിക്കാൻ പറ്റത്തില്ല. ആ പുള്ളിയെ പ്രത്യേകം പറഞ്ഞു ഷൂട്ട് ഒത്തിരി ചെയ്യല്ലെന്ന്, വീഡിയോസ് ഒത്തിരി എടുക്കല്ലെന്ന് പറഞ്ഞു. കയറിയപ്പോഴേ പറഞ്ഞു. അതുകൊണ്ട് നമുക്കിനി ക്യാമ്പിൽ പോയിട്ട് കാണാം. ചുറ്റും AKM-ഉം M4 എല്ലാവരുടെയും കയ്യിൽ ഒരു പിസ്റ്റലും. കൊള്ളാം. ഇതൊരു റിയൽ ലൈഫ് ബാറ്റിൽ ഗ്രൗണ്ട് അല്ലേ? ഇവിടെ എന്തോ വലിയ പരിപാടിയൊക്കെയാണ്. ഞങ്ങൾ കൂടുതലൊന്നും വെളിപ്പെടുത്തത്തില്ല. അതെ, നേഷൻ്റെ സെക്യൂരിറ്റി ആണ് വലുത്. ഞങ്ങളുടെ പ്രൈവറ്റ് സ്റ്റേ ആണ് ഇന്ന്. ഇതിലും എക്സ്പെൻസീവ് ആണ് ഈ കാണുന്ന ടെൻസ്. നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് ഇതിൽ അവള് പെർഫെക്റ്റ് ആണ്. നമ്മൾ ഈ ടെൻറ്റിലാണ് ഇന്നിനി. പെർഫെക്റ്റ്.
നമുക്ക് നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് പോയി കാണാം. അവർ നമുക്ക് ചായ ലെമൺ ടീയോ അല്ല അതാണ്ട് ഒരു ഗോൾഡൻ റിട്രീവർ അവിടെ. അതിന് പൈസ മേടിക്കാതിരുന്നാൽ മതിയായിരുന്നില്ല. ഇല്ല വാങ്ങിക്കുമായിരിക്കും ചിലപ്പോൾ കേട്ടോ. ഓ ഇല്ല. ഹായ് പെട്ടി. നമുക്ക് വേണ്ടി കഴുകുവാന്ന് തോന്നുന്നു. ആണുങ്ങൾക്ക് 2 ടോയ്ലറ്റ്, പെണ്ണുങ്ങൾക്ക് ഒറ്റ ഉള്ളൂ. അതെന്നാ പെണ്ണുങ്ങൾ ഇവിടെ അങ്ങനെ വരാറില്ലായിരിക്കും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അതെന്നാ ഐ എം എ ഫെമിനിസ്റ്റ് ബ്രോ. എന്തൊരു ഭംഗിയല്ലേ. അതെ. അവിടെ ഇരുന്നോണ്ട് എനിക്ക് വയ്യണം. എനിക്കൊന്നും കാണാൻ വയ്യ. രാത്രിയിൽ നല്ല തണുപ്പായിരിക്കും, നല്ല രസമായിരിക്കും. ഇപ്പൊ തന്നെ നല്ല ചില്ല് കാറ്റായി. ഞങ്ങൾ സേഫ് ആണ്. ഞങ്ങളുടെ ആർമി ചേട്ടന്മാരും ഉണ്ട്. ഞങ്ങളുടെ മേളിൽ ഫുൾ ആർമിക്കാർ. ഇതിനകത്ത് വരുമ്പം ബെഡുണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം അത്രേ ഉള്ളൂ. നിൽക്കാൻ സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ അണ്ണൻ ലെമൺ ടീ ഉണ്ടാക്കി തന്നു. എൻജോയിങ് ലെമൺ ടീ. അതുണ്ടോ സ്നോ ഉള്ള മൗണ്ടൻസ് അവിടെ. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സാറന്മാർ. അങ്ങനെ അവർ ചുമ്മാ നിൽക്കുമല്ലോ. അതേ AK-M M4 9mm പിസ്റ്റൽ എല്ലാം ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. But they can't do anything. Yeah, okay. I take that back, bro. I don't mess with the Indian. അത് നമ്മൾ കട്ട് ചെയ്യേ. എല്ലാം ഈ ക്ലൗഡ്സിൻ്റെ എല്ലാ ഇടയിൽ പീക്ക് ഉണ്ട് കണ്ടോ, അതൊരു മെയിൻ പീക്ക്. പിന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി ഇനി കുളിച്ച് തുണിയൊക്കെ ഒന്ന് കഴുകി. ഇപ്പോൾ ആകുമ്പോൾ വെയിലുണ്ട്. കുളിച്ച് തുണിയൊക്കെ കഴുകി ഉണക്കാനിട്ടിട്ട് നമുക്ക് ഡിവൈസ് എല്ലാം ചാർജും ചെയ്യണം, എന്നിട്ട് കാണാം. വിശന്നിരുന്ന് ഞങ്ങൾക്ക് കണ്ട് അണ്ണന്മാർ ബ്രെഡ് ഓംലെറ്റ്. ഇത് ബ്രെഡ് ഉണ്ടോ ഇതിനകത്ത്? അതല്ലേ പെട്ടെന്നായിരുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പ്. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി. നല്ല തണുത്ത വെള്ളം, നീ പറഞ്ഞാൽ മതിയല്ലോ. ഇല്ല തണുത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. ആ കുളി ഉണ്ടല്ലോ ശരിക്കും അടിപൊളിയായിരുന്നു. ആ കുളി കഴിഞ്ഞ് ചൂട് വിശന്നാൽ നമ്മളല്ലാതെ. നമ്മൾ വരുന്ന വഴിക്ക് 10 മുട്ട കുറച്ച് പഴം മേടിച്ചാൽ അതിനകത്തെ മുട്ട വെച്ചാൽ ഉണ്ടാക്കി തന്നെ. വിശന്നിട്ടായിരിക്കും. സാധാ ഓംപ്ലേറ്റ് വരെ ഞങ്ങൾക്ക് അമൃതം. ഇപ്പോൾ വൈകുന്നേരമായി. ഞങ്ങൾ മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് 10 മുട്ട കഴിച്ചു. 10 മുട്ട കഴിച്ചു. ഇന്നത്തെ ദിവസത്തെ ആകെയുള്ള മീനതാ. ഇനി ഇറങ്ങുക. ഇവിടെ കുറേ ഇങ്ങനെ ക്യാമ്പ് നടത്തുന്നവരുണ്ട്. അതാണ് ഞങ്ങളുടെ ക്യാമ്പ്. വേറെ ക്യാമ്പ് ഇനിയിപ്പം മറ്റേ മിലിറ്ററിയുടെ എൻക്ലോഷറാ. എടാ ഇത് ഫുള്ള് ആ നമ്മളെ കണ്ട ബാരിക്കേഡ് ഇല്ലേ, അതിനിപ്പുറത്തോട്ട് ഫുള്ള് ഡിഫെൻസിന്റെ ഏരിയ. മനുഷ്യൻ്റെ എല്ലാം ഓരോരുത്തരത്തും അവർ ഓരോന്നിൻ്റെ ട്രെയിനിങ് നടത്തുന്നു. അവിടെ മെയിലിൽ എന്തോൻ്റെ ട്രെയിനിങ് ഒക്കെ. ഇപ്പം എത്ര മണിയായി? 6 മണിയാവുന്നു. സ്വെറ്റർ എടുക്കണ്ടായിരുന്നോ? സ്വെറ്റർ എടുക്കാൻ തണുപ്പ് തുടങ്ങി. പയ്യെ തണുത്ത് തുടങ്ങി. ആറ് മണിയായി. ഇപ്പൊ ഇച്ചിരി കൂടെ ഞങ്ങളിനി വീണ്ടും കാണാം മൗണ്ടൻ. നമ്മുടെ ആർമിക്കാരുടെ വായിലോട്ട് പോവുക. വെടിവെക്കാൻ ഞങ്ങൾ വൈകിട്ട് ചുമ്മാ നടക്കാൻ ഇറങ്ങി. താഴേന്ന് തൈരും സ്നാക്സും ഒക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് ക്യാമ്പിലോട്ട് പോവുക. തുറന്നേ നല്ല തണുപ്പുണ്ട് ഇവിടെ കേട്ടോ. പിടിച്ചു കമ്പിളി, നമ്മുടെ സാധനങ്ങൾ, അതാണ്ട് നമ്മുടെ സ്നാക്സ്. ഇനി ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ട് കഴിക്കാൻ പോകും. ഓക്കെ ബൈ. 2 പ്ലേറ്റ് ചോറ്, നല്ല ചിക്കൻ കറി, ആണ്ടാലു പൊറോട്ട വന്നു. ഇനിയും കഴിക്കാം. ഈ ആലു പൊറോട്ട കൊള്ളാം കേട്ടോ, അടിപൊളി സാധനം, ശരിക്കും ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറിയും കൊള്ളാം, നല്ലൊരു ഹോംലി സ്റ്റൈൽ. നല്ല മസാലയാക്കി, പക്ഷെ മാംസം കുറവാണ്. എല്ലായിരുന്നു കൂടുതൽ. നമ്മൾ കഴിപ്പെല്ലാം കഴിഞ്ഞു. ഇനിയും സമയം 11 മണിയായി തോന്നുന്നു. ഇനി നമ്മൾ നേരെ കയറി കിടക്കാൻ പോവാ. ഞങ്ങൾ ടെൻറ്റിൽ കയറി ഇനി കിടക്കാൻ പോവാ. ഞങ്ങൾ നല്ല ഫുൾ
നല്ല അടിപൊളി കമ്പിളി പുതപ്പും തലേണയും നല്ല ടെൻറ്റും കുഴപ്പമില്ല. നൈറ്റ് നൈറ്റ്, ബൈ ബൈ. അഞ്ചേമുക്കാലായതേ ഉള്ളൂ വെളുപ്പിനെ ഇവിടെ. പക്ഷെ ഇപ്പോഴേ നല്ല വെട്ടമായി. അതുകൊണ്ടോ വെളിയിൽ ഫുള്ള് തണുപ്പുണ്ട്, പക്ഷേ ഒത്തിരി തണുപ്പില്ല. ഇന്നലെ നമ്മൾ വൈകിട്ട് കണ്ട പോലെ അത്രയും ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല മൗണ്ടൻസ് ഒന്നും. നമ്മൾ തുണിയെല്ലാം കഴുകി അവിടെ രണ്ടിടത്ത് ഇന്നലെ വന്നിട്ട് ഇട്ടായിരുന്നു. അത് ഉണങ്ങി, പക്ഷേ നല്ല തണുപ്പ്. വെള്ളമയമൊന്നും ഇല്ലാതെ തോർന്നു, പക്ഷെ നല്ല തണുപ്പുണ്ട്. അതെ, ഞങ്ങളങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി റെഡിയായി. ഇനിയും അണ്ണനോട് ചോദിച്ചു ചായ ഉണ്ടാക്കി തരാം. അണ്ണ പറഞ്ഞു പിന്നെ എന്നാ നല്ല മസാല ചായ തന്നെ ഉണ്ടാക്കി തരാം. भैया वीडियो लो बनाने का. നല്ല ജിഞ്ചറും ഒക്കെ ഇട്ട് പൊളി ചായ ഉണ്ടാക്കി തരാം. നല്ല വൃത്തിയുള്ള കിച്ചൺ. ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഇന്നലെ ചിക്കനും ചോറും എല്ലാം ഉണ്ടാക്കി തന്നെ. നല്ല സെറ്റപ്പ്. അണ്ണൻ്റെ ചായയും പഴം. അണ്ണൻ്റെ ചായയും ഞങ്ങൾ മേടിച്ച പഴം. അതെ, തിരുത്തലുണ്ട് ചെറുതായിട്ട്. വാവ്, മനോഹരമായ ചായ. നല്ല ചായ. ആ ഒരു ജിഞ്ചറിൻ്റെ കിക്കുണ്ട്. ഈ ചായനെ എന്തുവാന്നോ ടേസ്റ്റ് കൂട്ടുന്നത്? നീ പറ. എന്തുവാ? ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ഉയരം കൂടുന്തോറും കാപ്പിയുടെ സ്വാദ് കൂടുമല്ലോ. ചായയുടെ ആണ്. ഞങ്ങളിപ്പം എത്ര അടിയാണ്? ഞാൻ 2000 മീറ്റർ. 2000 മീറ്ററില്ല. അതുകൊണ്ടാണ് ഇനി 3000-ലോട്ട് പോകും അല്ലേ? ഇനി 3000-ലോട്ട് ഇപ്പോൾ പോകും. അതൊരു ഇച്ചിരി പീസ്ഫുള്ളായിട്ടുള്ളൊരു വാലിയും മെഡോസും ഒക്കെ ഉള്ളിടമാണ്. നാളെ നമ്മൾ മെയിൻ സാധനം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മെയിൻ ട്രക്ക്. ഞാൻ പഴം കഴിക്കുന്ന അങ്ങനെ കാണിക്കാറില്ല. നീ എന്തിനാ നാണിക്കുന്നത്? എവിടെ ചായ കുടിക്കുന്നതിന് എന്തിനാ നാണിക്കുന്നത്? ഇന്നലത്തെ പിന്നെ ഉറക്കമുണ്ടല്ലോ, പോളി ഉറക്കം. അത് ഞാൻ രാവിലെ എണീറ്റപ്പോൾ എടുത്ത ഷോട്ടിൽ കാണാനുണ്ട് ഒരുത്തൻ്റെ കൂർക്കന്മാർ. ബ്രോ വെടി വെച്ച പോലെ അവിടെ ഉറങ്ങുമായിരുന്നു. ഓ അദ്വൈത്, ടെൻറ്റിനുള്ളിലെ അദ്വൈത് നമ്മുടെ ഫണ്ട് നോക്കുമായിരുന്നു. ഞങ്ങൾ കുക്കായി. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വരാൻ എങ്ങനെയോ കാശ് ഒപ്പിച്ച് വന്നു. കയ്യിലുള്ള കാശ് ഇനി ഇവിടെ പൈസ കൊടുക്കണം. ഇവിടെ പൈസ കൊടുത്ത് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക്, അല്ലെ അടുത്ത സ്ഥലത്ത് നിന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് തീരും. ഇതിപ്പോൾ 3000 രൂപയുണ്ട്. ഇവിടെ കാണാൻ കൂടിയാലും. അതാ ശരിക്കും. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം തിരിച്ച്. ആ അത് പറഞ്ഞില്ലല്ലേ? 3-4 സ്ഥലം 1 വേ ടിക്കറ്റ് എടുത്തുള്ളൂ, റിട്ടേൺ ടിക്കറ്റ് എടുത്തില്ല. ഇവിടെ 3-4 സ്ഥലം കാണാനുണ്ടെന്ന്. തിരിച്ചു പോകണ്ടേ? കോളേജൊക്കെ തുടങ്ങി. കോളേജ് തുടങ്ങിയില്ല. തുടങ്ങുമ്പോഴായിരിക്കും നേരെ ഞങ്ങൾ തിരിച്ച് ചെല്ലുക. പിറ്റേ ദിവസം നേരെ കോളേജ് തുടങ്ങുക. മുംബൈ ചെന്ന് കഴിഞ്ഞിട്ടെ തിരിച്ച് ചെന്ന പൈസ ഇല്ല ടിക്കറ്റ് എടുക്കാൻ. നോക്കാം, എല്ലാം നടക്കൂടാ. ആരോടിലൊക്കെ തെറ്റാ, വീട്ടുകാരുടെ. ആരോടേലും തന്നെ, വീട്ടുകാരോട്. ആരോട്? അവിടെ ഒരു ബങ്കറൊക്കെ കണ്ടോ? നമ്മുടെ പുറയിലും ഒരു കൊച്ചു വാച്ച് ടവർ ഉണ്ട്. അവിടെ നെട്ടുകാരൊക്കെ ഉണ്ട്. അവരുടെ സ്ലോ മൂവിയിൽ കണ്ടോ? അവർക്കവിടെ ബഗ്ഗിയും എല്ലാം ഉണ്ട്. അതൊന്നും പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഗാർഡ്സ് ഉണ്ട്. ടിബറ്റിയൻ ബോർഡർ പോലീസിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇവിടെ പിന്നെ മൗണ്ടനിയറിങ് ആൻഡ് സ്കീയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അവിടെ എൻറോൾ ചെയ്തൊക്കെ നമ്മൾക്ക് ഇവിടെ വരുമ്പം ഫുള്ളി അകമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നേലും വരാം. ഇവിടുത്തെ മിലിറ്ററിയുടെ ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ കാണുന്നത്. താഴോട്ടുണ്ട് കുറേ. അവർക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ കൂടുതൽ ഈ മിലിറ്ററിയുടെ ക്യാമ്പിൻ്റേതും പിന്നെ
ഈ ട്രാവൽ ചെയ്ത ആൾക്കാർ വരുന്നേ ഉള്ളൂ. ഇവിടെ റെസിഡൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ബസ്സൊന്നുമില്ല. ജോഷി മാർട്ടിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടുന്ന് പിന്നെ പ്രൈവറ്റ് ടാക്സി എടുക്കേണ്ടി വരും. ഇങ്ങോട്ട് എക്സ്പെൻസീവ് 1000 രൂപയൊക്കെയാണ്. ഷെയറിംഗ് ടാക്സീസ് പോലും ഇങ്ങോട്ടില്ല. അതാ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ മാപ്പിൽ നിന്നും ഇച്ചിരി ബൈ റൂട്ട് എടുത്ത് ഷോർട്ട് കട്ട് ഉണ്ടാക്കി പോവുക. എവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഷോർട്ട് കട്ടാണെങ്കിൽ ഇവിടെ സ്പ്രേ പെയിൻ്റ് അടിച്ചാലോ? ഇവിടെ നമുക്ക് സ്പ്രേ പെയിൻ്റ് അടിക്കാം. അഥവാ കണ്ടില്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ഒന്നുകൂടെ കണ്ടോളൂ. ഇത് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എന്ന് പറഞ്ഞാൽ പടം എടുത്ത് അയക്കുന്നവർക്ക് ഇവിടെ വന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ടല്ലേ, അതിന് നല്ലൊരു ഡിസ്കൗണ്ട് ഉണ്ട്. അതെ, ഞങ്ങൾ കണ്ടൊരു ഹൈഡ് ഔട്ട് സ്പോട്ട് കണ്ടുപിടിച്ച് പോകുന്ന വഴി. ഗുണാക്കിയതല്ല ബ്രോ, ഓക്കെ. ചിലപ്പോൾ ഇതിനകത്ത് കാണും ഏതെങ്കിലും ടെററിസ്റ്റൊക്കെ. വാ നമുക്ക് കയറാം. നീ കയറിക്കോ. നമ്മളൊരു 1 കിലോമീറ്റർ ലാഭിച്ചെന്ന് തോന്നുന്നു. ഈ കൊച്ചു ഷോർട്ട് കട്ട് കയറിയാണ്. ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് കേബിൾ കാറൊക്കെ പോകുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ പെർ പേഴ്സൺ 500 to 800 ആവുമെന്ന്. നമുക്ക് ഏതായാലും ഇപ്പം അത് കൊടുക്കാനില്ല. അതുകൊണ്ട് ഞങ്ങൾ നടന്ന് കയറാൻ പോവാം. ലെറ്റ്സ് ഗോ. ഇവൻ നമ്മളെ താഴേന്ന് മുതൽ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ കൂടെ തന്നെ പോകുന്നില്ല. ഇതാ 0.3, അതുപോലെ അതാന്ന് തോന്നുന്നു 0.4, അങ്ങനെ 11 പോയിൻറ്റ്സ് എന്തോ ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് വേർത്തു. അത്യാവശ്യം ഉണ്ടായിരുന്നു എലിവേഷൻ. കാണിക്കാം. ഇത് നോക്കിയാൽ ശരിക്കും ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആ ക്ലൗഡ്സൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ക്ലിയർ ആവുമായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിരി കൂടെ എൻഹാൻസ് ആയേനെ ആ ഹോൾ സാധനം. ഇതിപ്പോൾ ജസ്റ്റ് ഔട്ട്ലൈനേ കാണുന്നുള്ളൂ. മൗണ്ടൻസ് ഉണ്ട്, ഇതെല്ലാം മൗണ്ടൻസാണ്. ഇത് ഫുള്ള് മൗണ്ടൻസ്. ആ ക്ലൗഡ്സ് ക്ലിയർ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പം പറ്റുമായിരിക്കും. കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് എനിക്ക് തോന്നുന്നു ആ പോയിൻ്റ് മുതലായിരിക്കും. ഈ പോൾസ് കണ്ടോ, ഈ പോൾസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും സ്കീയിങ്ങിൻ്റെ പരിപാടിയൊക്കെ. സ്നോ ഉള്ളപ്പോൾ ഇതിൻ്റെ ഏറ്റവും മേളിലൊരു റിസോർട്ട്. അതുകൊണ്ട് പിക്കപ്പ് ട്രക്സും അല്ലാതെ ജിപ്സിയൊക്കെ ഇതിലേ പോകുന്നുണ്ട്. ഹായ് ബോൽ ഹായ് ആജ്ക क्या नाम है? DOSAPAV. डोसा पाव। हाँ, मतलब मुंबई और साउथ इंडियन है। हाँ, हम केरला से। तो ये जो आपने हमारा वीडियो निकाला ये कहाँ पे देखेंगे? यूट्यूब पे करेंगे ना, हमारा ब्लॉग है ना, डोसा पाव पे दिखा। सब लोग रहेगा भैया। जरूर करना, जरूर। बहुत बढ़िया। बस 1000 है भैया, 1000 को। अरे भैया उतने में नहीं होगा भैया आपका वीडियो बड़े प्रोमो भाई, वो फ्री बात- प्रोमो यूट्यूब पे। वो बात आपका नाम क्या है? आलोक आलोक। नाम है मेरा, आलोक। आपका नाम, आपका नंबर सब वो यूट्यूब बात में। आपकी सही है सर, लेकिन हमारी मेहनत देखना, उतने में सर पड़ता ही नहीं है। നമ്മൾ ഒരു 30 മിനിറ്റ്സ് എടുത്താൽ നെഗോഷിയേറ്റ് ചെയ്ത് അവരായിട്ട് 2500 പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് 1000-ന് പോവാ. ഇതാണ് നമ്മുടെ കുതിര. രണ്ടുപേരും ഇതൊക്കെ എനിക്കറിയത്തില്ല, ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട. നമ്മുടെ മറ്റേ കുതിര. അതുകൊണ്ട് വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ ബഡ്ജറ്റിന് 1000 രൂപയും കൂടെ പോയി. എക്സ്പീരിയൻസ്. എടാ കുതിരയിൽ നമ്മൾ മല കയറി പോകുന്ന എക്സ്പീരിയൻസ് വേറെ അവിടെ കിട്ടാൻ. കുഴപ്പമില്ല. തിരിച്ച് മുംബൈ ചെന്നിട്ട് നാട്ടിൽ നിന്ന് 4 തരം അച്ചാറാണ് കൊണ്ടുവന്നേക്കുന്നത്. കഞ്ഞി, പൊടിയരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 1 മാസം കാർബുള്ളി ഡയറ്റ്. ആണ്ട് നമ്മുടെ കുതിര ഓടി വരും. ഓ
ഈ ഗോഡെങ്ങാണ് റോഗായി തന്നെ ഒരു പോക്ക് പോയാൽ നമ്മള് ശരിക്കും പെട്ടു കേട്ടോ. നോക്ക് നമ്മളിങ്ങനെ എടാ ഈ അക്കുസിട്ട് വാങ്ങ പോവാണല്ലോ. ഡേയ് അണ്ണാ, എനിക്ക് വലിയ ട്രസ്റ്റ് ഒന്നുമില്ല അക്കുസിട്ടുവിനെ കേട്ടോ. നീ ട്രസ്റ്റ് ചെയ്താലും അക്കുസിട്ട് അത് ശരിയാ. അതേ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അക്കുസിട്ട് കൂടെ മതം ഇളകുമ്പോൾ കണ്ടോണം. അതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ മണ്ടയ്ക്കോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പുക്കുട്ടൻ ഇവിടെ പാവം. ഇവൻ ഒരു സ്വീറ്റ് ഹോസ. എല്ലാവരും ഇവനെ പോലത്തെ ഹോസാണ്. അതുകൊണ്ട് ഇങ്ങനെ കയറി ഇതെന്നാണ് ഇവരിങ്ങോട്ട് പോകുന്നത്. എടാ സ്റ്റീപ്പായിട്ടുള്ളതുണ്ടല്ലോ ഇങ്ങനെ ഒരു മാക്സിമം അല്ലേ. അവ ക്യൂട്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ. അദ്വൈതിനും അപ്പുക്കുട്ടനെ ഇഷ്ടപ്പെട്ടെ. അപ്പുക്കുട്ടനെ ഇഷ്ടപ്പെട്ടെന്നല്ല, അപ്പുക്കുട്ടനെ ഇഷ്ടപ്പെട്ടു. അവൻ വളച്ചൊടിക്കത്തു. അപ്പുക്കുട്ടൻ പാവ കണ്ടിട്ട്, പക്ഷെ ഭയങ്കര പാവ. ഇച്ചിരി പൊട്ടനാന്ന് തോന്നുന്നു. ബ്രോ, ഡു നോട്ട് എവർ ഡിസ്റെസ്പെക്ട് അപ്പുക്കുട്ടൻ ലൈക്ക് ദാറ്റ്. നോ ബ്രോ, ദിസ് ഈസ് കാലു. യോ കാലു. പക്ഷെ ഇന്നത്തേക്ക് ഇവൻ അക്കുസിട്ടു. ദിസ് ഈസ് പസന്തി. No, this is not Pasanti, bro. This is Appukutan. This is Appukutan. For the day. Appukutan for the day. നമ്മളെത്തി ഫ്ലാറ്റ് മെഡോസ്. ഇതിൻ്റെ പീക്കിൽ പോയി കഴിഞ്ഞാൽ വേറെ പീക്സ് കാണാം. ജോ ആൻഡ് അപ്പുക്കുട്ടൻ. അവന്മാർ ഓടി അങ്ങ് പോയി. ഇവിടെ നമുക്ക് ഈ മെഡോസ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. അതുകൊണ്ട് ഓരോരുത്തരുണ്ടോ ഗൈഡുമായിട്ടൊക്കെ പോയിട്ട് രാവിലെ പോയായിരിക്കും. അവർ മെല്ലെ വരും. ഇവിടെ ചുമ്മാ ഇരിക്കാനും നല്ല രസമാണ്. നല്ല രസമാണ്. ഈ സ്വപ്നത്തിലൊക്കെ നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ. ചലോ ഭയ്യാ ബൈ. ठीक है सर, ഓക്കെ. അണ്ണൻ നല്ലൊരണ്ണൻ. നമുക്ക് ഇവിടെ ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഫുൾ പറഞ്ഞു. നമ്മൾ തന്നെ തിരിച്ചിനി ഇറങ്ങുമോ. കുറച്ചെത്തി നമുക്ക് വന്ന വഴി അറിയാം. പിന്നെ ഈ ട്രെയിൽ നോക്കി അങ്ങ് പോയാൽ മതി. ഇതിൽ ഇനി ഫോറസ്റ്റിൽ കൂടെ ഇറങ്ങുക, താഴെ വൈറ്റ് ബിൽഡിങ്ങിൻ്റെ അവിടെ ചെല്ലുക, എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും താഴോട്ട് ഇറങ്ങി നമ്മുടെ ക്യാമ്പിൽ പോവുക. ഞങ്ങളിനി ഈ കുതിരയും ചേട്ടനെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അവരോടുമ്പോൾ ഞങ്ങൾ ഓടും. അതെ, ഞങ്ങൾക്കും പെട്ടെന്ന് പഹാഡി ബോയ്സ്. ഞങ്ങൾ നേരത്തെ കുതിരയും തുടങ്ങിയ സ്ഥലമില്ലേ, അവിടം വരെ വേണ്ട ഏതായാലും എത്തിയ ആർട്ടിഫിഷ്യൽ ലേക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് എത്തിയ പോലെ അല്ലേ. ഇവിടൊക്കെ ഉണ്ടല്ലോ ആ മഞ്ഞിൻ്റെ സമയത്ത് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ, ആ നെയിമിനൊത്ത ആ എന്തോ സ്ഥലമാകും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് 3 സ്ഥലമാണ് കൊടുത്തേക്കുന്നത്. ഹിമാചലിലെ ഒരു സ്ഥലം, ഉത്തരാഖണ്ഡിലെ 2 സ്ഥലം. അതിലൊന്നാ ഔളിയിലാണ് സ്കീയിങ്ങിൻ്റെ ഫുൾ പരിപാടി നടക്കുന്നതും. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം അടിപൊളിയായിരിക്കും. ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ. ഇത്ര അടിപൊളി നേച്ചർ വന്നിട്ട് എല്ലാവരും ആർട്ടിഫിഷ്യൽ ലേക്കിൻ്റെ ഫ്രണ്ട് നിന്നുകൊണ്ട് പടം മേളിലോട്ട് ഇവിടെ വരുന്നതിൻ്റെ ഉണ്ടല്ലോ 50% ആൾക്കാർ ഹാർഡ്ലി പോകുന്നില്ല. പ്രായമുള്ളവരാ. എന്നാലും ഇനി നമ്മൾ നേരെ താഴോട്ട്.
ഞങ്ങളുടെ ക്യാമ്പിൻ്റെ സ്ഥലത്തോട്ടെത്തി. ഈ കടയിൽ നിന്ന് ചില്ലറ വാങ്ങിക്കണം, മുട്ട വാങ്ങിക്കണം. മുട്ട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഒരു 10 മുട്ട അടിക്കാമല്ലേ. എടാ പിന്നുണ്ടല്ലോ ഈ സൂര്യപൂർണ്ണുണ്ടല്ലോ, ഇത് കഴിഞ്ഞ കൊല്ലം ഇന്ത്യയും കസാഖ്സ്ഥാനും കൂടെ ഒരുമിച്ച് ടാക്ടിക്കൽ ഓപ്പറേഷന് ഇവിടെ അവര് ബേസ് ക്യാമ്പായിട്ട് നിർത്തി പ്ലാനൊക്കെ ചെയ്തു. ഇവിടെയാണ് അതിന്റെ ട്രെയിനിങ്. अंडा अंडा 10 अंडे कच्चे. हाँ അങ്ങനെ എടുത്ത് ഞങ്ങളങ്ങനെ ട്രക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ ടെല്ലിൻ്റെ സ്ഥലത്ത് എത്തി. തുണിയെല്ലാം ഉണങ്ങി. അതെ, പറന്നുപോയി, എല്ലാം പറന്നുപോയി. ഇവിടുത്തെ നല്ല 2 പാവം പട്ടികൾ. ഇവന്മാരിവിടെ ചുറ്റിപ്പറ്റി എപ്പോഴും കാണും. രാത്രിയിൽ ഇവന്മാരാണ് ഇവിടെ ഫുള്ള് ഗാർഡ് ചെയ്യുന്നത്. എന്തുവാണേലും ഇത് ഞങ്ങളുടെ ഉത്തരാഖണ്ഡിലെ 3ാമത്തെ ദിവസമല്ലേ. 3ാമത്തെ ദിവസം ഇവിടുത്തെ ലാസ്റ്റ് നൈറ്റ്, ഹോളിയിലെ ലാസ്റ്റ് നൈറ്റാണ്. നാളെ ഞങ്ങൾ ചോപ്തയിലോട്ട് പോകും രാവിലെ. ഇന്നലത്തെ കാട്ടി നല്ല തണുപ്പുണ്ട് ഇന്ന് ഇവിടെ. നല്ല തണുപ്പുണ്ട്. ഇന്നലെ വന്നപ്പോൾ നമ്മൾ കുളിച്ചപ്പം വെള്ളം ഐസ് കോൾഡിലായിരുന്നു. ഇന്ന് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് വൈകിട്ടത്തെ ഫുഡെല്ലാം കഴിച്ചു. ഇവിടെ മണ്ടയ്ക്ക് ഒരു മട്ടൻ റൈസ് കിട്ടുന്ന സ്ഥലമാണ്. അത് ഈ മിലിറ്ററിയുടെ ക്യാമ്പ് ഇവിടെ തുടങ്ങിയില്ലേ, അവർക്കായിട്ട് ഫുഡ് ഉണ്ടാക്കി വെളി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു മലയാളി ചേട്ടനെ കണ്ടു. ജിഷ്ണു ജയശങ്കർ ആയിരുന്നു, ജയകുമാർ ആയിരുന്നു, ജയകുമാർ ജിഷ്ണു ജയകുമാർ, നമ്മുടെ മാന്നാറിലുള്ള ചേട്ടനാണ്. ചേട്ടനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മട്ടൺ റൈസ് കഴിച്ചു. ചേട്ടൻ തിരിച്ച് ജോഷിമത്ത് പോകും നാളെ രാവിലെ. ഞങ്ങൾ ഇവിടുന്ന് പോകും നാളെ രാവിലെ 4:30 ബസ്സിന് പോകും ഞങ്ങൾ. എന്നിട്ട് കുറെ സംസാരിച്ചു. ചേട്ടനെ കാണിക്കാൻ പറ്റത്തില്ല, യൂണിഫോമിലാണ്, പക്ഷേ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു. ചേട്ടനെ ഞങ്ങൾ പ്രത്യേകം പറയുന്നു. ഷൗട്ട് ഔട്ട് ജിഷ്ണു ചേട്ടൻ ഫ്രം മാന്നാർ. ഓക്കെ, ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. രാവിലെ ബസ് എടുക്കണം. 4:30 ബസ്സുണ്ട്. 4:10 ആകുമ്പോൾ അവിടെ എത്തണം. മിലിറ്ററിയുടെ ബസ്സാണ്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയെന്ന് വെച്ചാൽ അവർ നിൽക്കാതിരിക്കൊന്നുമില്ല, അവരവരുടെ പാടും. ഓക്കെ, ഇവിടെ ഒരു 1/4 മണിക്കൂറായിട്ട് ഈ പട്ടികൾ ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. 3:50 വെളുപ്പിന്. ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്ത് റെഡിയായി ഇനി നേരെ ഇറങ്ങുക. ഇനിയും നേരെ 4:10 ബസ് അടുത്ത സ്ഥലത്തോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ചോപ്ത. ഈ ടെൻറ്റിനോട് നമുക്ക് ബൈ പറയാം. ബൈ ടെൻറ്റ്. ബൈ.